ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ മെയിൻ്റനൻസ് സീരീസിലെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നെട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പേച്ചിപ്പാറ ഡാമിലേക്ക് പോകുന്ന റോഡിലാണ്. സോ ഞാൻ ബൈക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ബൈക്ക് കാണിച്ചുതരാം. ഞാൻ ഇത്രയും നേരം ഓടിച്ച ഒരു ബൈക്ക് R15 വേർഷൻ 3 BS4ൻ്റെ ഫസ്റ്റ് എഡിഷൻ ബൈക്കാണ്. ഇത് ആക്ച്വലി ഒരു റോ ബൈക്കാണ്. ഇതിൽ എൻ്റെ ബൈക്കിലുള്ള പോലെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊന്നുമില്ല. ABSO ട്രാക്ഷനോ അങ്ങനത്തെ ഒരു കാര്യവും ഇതിലില്ല. കംപ്ലീറ്റ്ലി പ്രോപ്പർ റോ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഞാനിപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ വണ്ടി ഓടിച്ചു, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ ഒരു ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബൈക്ക് എൻ്റെ ബൈക്കുമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് കുറേ കൂടെ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഇപ്പോൾ എൻ്റെ സസ്പെൻഷൻ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഈവൻ ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു ഫോക്സൊക്കെ വേർഷൻ 4ൻ്റെ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈൻസൊക്കെ വന്നിട്ട് സ്റ്റീൽ ബ്രേക്ക് ലൈൻസാണ്, സിൻഡിയേറ്റ് ബ്രേക്ക് പാഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് ഓടിക്കാൻ അത്യാവശ്യം നല്ലൊരു രക്ഷയില്ലാത്ത ഫീലാണ്. ഈ ബൈക്കിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ ചാനലിൽ വരും. നമുക്ക് അത് വേറെ ടൈം ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് മൈ Yamaha R15 വേർഷൻ 4. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയായിരുന്നു ഈ ബൈക്കിൻ്റെ ഇഷ്യൂ എന്നുള്ളത്. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ്ലി റെഡിയാക്കി ഫുൾ വർക്കും ചെയ്ത് ഞങ്ങൾ ഇന്നൊരു റൈഡിന് ഇറങ്ങിയതാണ്. ബൈക്കിപ്പോൾ ബട്ടർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ബട്ടർ സ്മൂത്താണ്. വേറെ ഒരു ഇഷ്യൂ ഇല്ല. മിൻ കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൽ പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ടൈം ഓണായി കിടക്കുന്നതാണ് ഈ ഒരു ബൈക്കിൻ്റെ രീതി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്താലും ഹെഡ്ലൈറ്റ് ഇപ്പോൾ കത്തൂല. നമ്മൾ ഈ ഒരു ഹസാർഡിൻ്റെ ലാമ്പിൻ്റെ ഈ ഒരു സ്വിച്ചിൽ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വയറിംഗ് കിറ്റ് കട്ട് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ബൈക്ക് ക്രാങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഈ DRLs മാത്രമേ കത്തുന്നുള്ളൂ. ഇനി ഈ ഒരു സ്വിച്ച് നമ്മൾ ഇതാണ് ഹസാർഡിൻ്റെ സ്വിച്ച് വരുന്നത്. അത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഹെഡ്ലൈറ്റ് കത്തുക. പാസ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് വന്നിട്ട് നിക്കാവിയുടെ സിൻഡിയുടെ ബ്രേക്ക് പാഡാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫോക്ക് ഓയിൽ വന്നിട്ട് എമലൂരിൻ്റെ തന്നെ ഒരു സസ്പെൻഷൻ ഓയിലാണ്. അതിൻ്റെ പാർട്ട് നമ്പർ ഞാനിപ്പോൾ ഇതിൽ ഫോട്ടോ വയ്ക്കാം. ഈ ഒരു പാർട്ട് നമ്പർ വെച്ച് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഓയിൽ നല്ലതാണ്. ആ ഓയിൽ ഇട്ടതിന് ശേഷം ഇപ്പം എൻ്റെ ആ മുമ്പത്തെ പോലെയുള്ള ഒരു സോഫ്റ്റ്നെസ് മാറി. ഇപ്പോൾ ഫ്രണ്ട് ഫോക്സ് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളൊരു സൈഡാണ്. നല്ല കംഫർട്ടാണ്. അത് ഓടിക്കാൻ നേരത്തേക്ക് നമുക്കൊരു ഫീല് മാറുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ ഞാൻ മാറ്റിയിട്ടുള്ളത് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗാണ്. സ്റ്റോക്ക് മാറ്റിയിട്ട് NGKയുടെ ലേസർ ഇറീഡിയൻ ടൈപ്പ് ഒരു സ്പാർക്ക് പ്ലഗ്ഗാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ ഓയിൽ വന്നിട്ട് അഡിനോളിൻ്റെ എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ ആ എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം വണ്ടി നല്ല ഒരു സ്മൂത്ത് ഫീലാണ്. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, കൂളൻ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് പിന്നെ ചെയ്ത വർക്കുകൾ. പിന്നെ ഇതിൽ വാൽവും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാറ്റിയിട്ടുള്ളത് ചെയിൻ സ്പ്രോക്കറ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഇതുവഴി കാണാം, റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇനി എനിക്ക് ചെയ്യാൻ ഇതിൽ അത്യാവശ്യം ആഗ്രഹമുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈല് മാറ്റണമെന്നുണ്ട്. സംഭവം ഇല്ലീഗലാണ്, അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത്. പിന്നെ മാത്രമല്ല, ഈ ഫ്ലാപ്പൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കല്ലൊക്കെ വന്ന് ഇത് ബാക്കിൽ വരുന്ന ആൾക്കാരുടെ മുഖത്തൊക്കെ തട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ടയറാകുമ്പോൾ കുഴപ്പമില്ല. കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ടുള്ള ടയറൊക്കെ ആണെങ്കിൽ കല്ല് നന്നായിട്ട് എടുത്ത് എറിയും ടയർ. അത് കാരണമൊക്കെയാണ് മാറ്റാത്തത്. പിന്നെ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ ബൈക്കിൽ ഞാൻ നിലവിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ബൈക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് എന്ന് വെച്ചാൽ സ്മൂത്താണ്. ഇപ്പോൾ ഇങ്ങോട്ട് ഓടിച്ചപ്പോഴെല്ലാം നല്ലൊരു ഫീലാണ് ബൈക്ക്. പിന്നെ ഞാൻ അവനോട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ അവൻ അറിഞ്ഞ് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഈ സ്വിങ്ങൊക്കെ കംപ്ലീറ്റ് അവൻ ഇളക്കി ഗ്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സസ്പെൻഷൻ്റെ ഈ ഒരു ലിങ്ക് ടൈപ്പ് ഈ ഒരു ബെയറിങ്സ് എല്ലാം അവൻ അഴിച്ച് അവൻ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ടൈമിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഷോറൂമിൽ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലടാ. റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഷോറൂമിൽ വരുള്ളൂ. നമ്മൾ ഈ ഗ്രീസ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കൂടും. പക്ഷേ ഷോറൂമുകാർ അതൊന്നും ചെയ്യൂല. അവർ ജസ്റ്റ് ഇത് കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് തന്നെ റീപ്ലേസ് ചെയ്യും, അല്ലാതെ വേറെ പരിപാടിയൊന്നും നടക്കില്ല. പക്ഷേ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ഫീലാണ്. പിന്നെ ഓൾ ടുഗെദർ ലുക്സും നല്ല ഒരു ഫീലുണ്ട്. ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു മിറർ വെച്ചപ്പോൾ തന്നെ ബൈക്കിൻ്റെ ലുക്ക് ആകെ തന്നെ അങ്ങ് മാറി. ഇപ്പം കാണാം, അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ മിറർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെച്ച സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാങ്ക് ഗ്രിപ്സാണ്. ഈ ഗ്രിപ്പ് യൂണിവേഴ്സൽ ടൈപ്പ് ഒരു ടാങ്ക് ഗ്രിപ്പാണ്. R15 വേണ്ടിയുള്ള സാധനമല്ല. പക്ഷേ ഈ സാധനം ഞാൻ കുറച്ച് നാൾ മുമ്പേ മേടിച്ചാണ്. എനിക്ക് അന്ന് വെക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വിഷ്ണു എനിക്കത് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അത് വെച്ചപ്പോഴത്തേക്ക് നല്ല കംഫർട്ടുണ്ട്, ഗ്രിപ്പ് ചെയ്തിരിക്കാം. പിന്നെ അങ്ങനെ ഈ രണ്ട് ആക്സറീസാണ് ഞാനിപ്പോൾ അഡീഷണലായിട്ട് ഈ വണ്ടിയിൽ ആഡ് ചെയ്തത്.
അപ്പോൾ ഈ സ്പോട്ടിൽ ഇതുപോലെ തന്നെ ഫുൾ പൈൻ മരങ്ങളാണ് ഈ സൈഡ് അത്രയും കാണാം.